അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ അവര പറിക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ പാലക്കാട് പുളിയവര എന്ന് പറയേ ആ സാധനം പറിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ ഫോണും ഒരു കൈ കൊണ്ട് ഞാൻ പറിക്കുന്നത് കൊണ്ട് എനിക്ക് വൃത്തിയായിട്ട് കാണിച്ചു തരാനായിട്ട് കഴിയുന്നില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. അപ്പം ഞാൻ ഇത് മുഴുവനായിട്ട് പറിച്ചെടുത്തിട്ട് കാണിക്കാവേ. അപ്പം ഞാൻ ഇപ്പം ഏകദേശം മുഴുവനായിട്ട് പറിച്ചെടുത്തിട്ട് വീണ്ടും വീഡിയോ എടുക്കുക. അപ്പോൾ ഇത്രത്തോളം പറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്രയും കിട്ടിയിട്ടുണ്ടേ. ഇനി കുറച്ചുകൂടെ നമുക്കതിൽ പറിച്ചെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ അത് ഞാൻ നാളെ പറിക്കാമെന്ന് വെച്ചിട്ട് ഒരു കോലെടുത്ത് അതിനെ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുകയാണേ, പറിച്ചെടുത്തതിന് എല്ലാത്തിനെയും. അപ്പോൾ നല്ലപോലെ ഒന്ന് അടിച്ചു കൊടുത്താൽ അതിന് ഇതിങ്ങനെ വിത്ത് പെട്ടെന്ന് തന്നെ വേർവിട്ട് വരുവേ. അപ്പോൾ ഇത് നമ്മളിവിടെ നമ്മുടെ പാലക്കാട് വിഷുവിന് കണി വയ്ക്കുന്ന സമയത്ത് ഇതില്ലാത്തൊരു കണിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാനിതെല്ലാം നല്ലപോലെ അടിച്ച് എടുക്കുന്നുണ്ട്. ആ വിഷു സമയത്ത് ഇതിന് എന്തുമാത്രം വിലയാണ് എൻ്റെ ഈശ്വര. അപ്പോൾ നമ്മളെ സ്ഥലത്ത് ആദ്യമായിട്ട് കൃഷി ചെയ്തതാണ് കേട്ടോ. എൻ്റെ ചേട്ടനാണ് കേട്ടോ, ഒരു കുഞ്ഞു കർഷകൻ. അപ്പം ഏകദേശം അടിച്ച് ഈ ലെവലാക്കിയിട്ടുണ്ട്. വിത്തൊക്കെ വേറെയാക്കി തോലൊക്കെ വേർതിരിച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അടുത്ത പണി എനിക്ക് പറ്റാത്ത പണിയാണ്. ഇത് ഞാൻ ഏറ്റെടുത്ത മൊത്തം വിത്തും തറയിലായിരിക്കും ഉണ്ടാവുക. അത് കാരണം ഞാൻ എൻ്റെ ഏട്ടനെ വിളിച്ച്, ഏട്ടൻ ഇപ്പോൾ പണി കഴിഞ്ഞ് വന്നേ ഉള്ളൂ. അപ്പം വന്നാൽ തന്നെ ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ മൂപ്പര് ഓക്കെ ചെയ്തു തരാമെന്നുള്ളത് പറഞ്ഞിട്ട് ചെയ്യാണ് കേട്ടോ. ഇത് നമ്മുടെ പാലക്കാട് ഇതിന് മുറമെന്നാണ് പറയുക, ചേർന്ന മുറം. അപ്പം മുറം ഉപയോഗിച്ച് അതിൻ്റെ ആ പൊടിയൊക്കെ ഒന്ന് ചേറിക്കളയണം കേട്ടോ. ഇതാണ് എൻ്റെ സ്നേഹനിധിയായ ഹസ്ബൻഡ്. അപ്പം പണി കഴിഞ്ഞ് വന്ന് ദേഹം ആസകലം അഴുക്കാണ്. എന്നെ വീഡിയോ എടുക്കണ്ടടി എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതൊന്നും വകവയ്ക്കാതെ ഞാൻ ചേർന്ന് അതിനെ വീഡിയോ എടുക്കുകയാണേ. അപ്പോൾ നല്ല വൃത്തിക്ക് എത്ര നീറ്റായിട്ടാണ് ചേർന്നത് നോക്കൂ. ഒരു പെണ്ണായ എനിക്ക് പോലും കിട്ടില്ല ഇങ്ങനെയുള്ളതൊന്നും ചെയ്യാനായിട്ട്. പക്ഷെ അവരെ അത്രയും വൃത്തിയായിട്ട് എനിക്കത് വേർതിരിച്ച് തരുന്നുണ്ട് കേട്ടോ. പൊടിയും ഇതെല്ലാം കളഞ്ഞ് നല്ല വൃത്തിക്ക് ഏട്ടൻ ചെയ്തിട്ടുണ്ട്. ഏട്ടൻ ഈ കൃഷിയോട് നല്ല താല്പര്യമാണേ. അപ്പം വീട്ടിൽ ഓരോരോ സാധനങ്ങളും ഏട്ടൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓരോരോ സാധനങ്ങളെന്ന് വെച്ചാൽ പച്ചമുളകിലിരുന്ന് വീട്ടിലേക്ക് അത്യാവശ്യമായിട്ടുള്ള വഴുതനങ്ങ, മുരിങ്ങക്കായ്, മുരിങ്ങ, വാഴയ്ക്ക, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഓരോന്നാണെങ്കിലും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് സ്ഥലത്തിന് കുറച്ച് പരിമിതികളുണ്ട്, സ്ഥലം അധികമില്ല. എന്നാലും ഉള്ള സ്ഥലത്തിൽ കരിമ്പിലിരുന്ന് ഓരോരോ സാധനങ്ങളും വീട്ടിലേക്ക് അത്യാവശ്യമായിട്ടുള്ള എല്ലാം ചേട്ടൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ അത് കാരണം അധികവും വെജിറ്റബിൾസ് ഒന്നും കടയിൽ നിന്ന് വാങ്ങിക്കാറില്ല. ചേട്ടൻ ഉണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ഇങ്ങനെ വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട്, നല്ല നീറ്റായിട്ട് എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. ഇഷ്ടമായാൽ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നിങ്ങളാരെങ്കിലും ഇതുപോലെ പുളിയോര വീട്ടിൽ കൃഷി ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ ഒന്ന് പറയണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. വീണ്ടും ഒന്നുകൂടെ പറയുകയാണേ, ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഞങ്ങളുടെ കുഞ്ഞു കർഷകനെ ഇഷ്ടമായ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ഗുഡ് നൈറ്റ്.